ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. ഈ ദിവസം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും, നിശ്ചയം, സമയം താമസിക്കുകയില്ല. ദർശനം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ ദർശനത്തിന് ഒരു സമയമുണ്ട്. അത് നമ്മുടെ കരങ്ങളിലെത്തിക്കുവാൻ കർത്താവ് വളരെ ഇഷ്ടപ്പെടുന്നു. ആ ദർശനം തന്ന ദൈവത്തിന് ഒരു സമയം നിശ്ചയമുണ്ട്. അത് വരും, താമസിക്കുകയില്ല. അത് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ കാണുന്ന പല ദർശനങ്ങൾക്കും നമ്മുടെ കരങ്ങളിലെത്തുവാൻ ദൈവത്തിന് ഒരു സമയം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ടൈമല്ല, ദൈവത്തിൻ്റെ ടൈമിലാണ് ആ സമയം നമ്മുടെ കരങ്ങളിൽ കർത്താവ് നൽകും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ശതാധിപൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്പഷ്ടമായി ദർശനത്തിൽ അവൻ ഒരു ദൂതൻ ഇറങ്ങി വരുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് അവനോട് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൂതൻ ആ സമയത്ത് അവനോട് സ്പഷ്ടമായി ഇടപെട്ടു. അവനോട് പറഞ്ഞത്, കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ അടുക്കൽ നീ നിന്റെ ആളുകളെ പറഞ്ഞയച്ച് പത്രോസിനെ വിളിച്ച് ദൈവവചനം കേൾക്കണമെന്നതാണ് ദൂതൻ ദർശനത്തിൽ ശതാധിപനോട് സംസാരിച്ചത്. അതേ അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിൽ വിവിധ രീതിയിലുള്ള മൃഗങ്ങൾ ഒരു തുപ്പട്ടിക്കകത്ത്, പക്ഷികൾ എല്ലാം കൂടി ഒരു തുപ്പട്ടിയിലാക്കി പത്രോസിന്റെ അടുക്കൽ ആകാശമണ്ഡലങ്ങൾ കീറിറങ്ങി വരുന്നതായിട്ടുള്ള ദർശനം പത്രോസ് കാണുകയാണ്. അപ്പൊ ദർശനം ദൈവത്തിൻ്റെതാണ്. ഒരു വ്യക്തിയോട് സംസാരിച്ച അതേ ദർശനം വളരെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇരിക്കുന്ന പത്രോസിനോട് ആകാശമണ്ഡലങ്ങൾ കീറിറങ്ങി വിവിധ നാൽക്കാലികളും ഇഴജാതികളും പക്ഷികളുമായിട്ടുള്ള ഒരു തുപ്പട്ടി പത്രോസിന്റെ മുമ്പിൽ ഇറക്കി കാണിച്ചു കൊടുത്തു. ഇവിടെ പത്രോസ് പറയുന്നു, കർത്താവെ, അത് പാടില്ല, ഞാൻ അതൊന്നും കഴിക്കുന്ന ആളല്ല എന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ പറയുന്ന ഒരു വാക്ക്, കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം വിശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ അശുദ്ധമായി ചിന്തിക്കരുത്. അപ്പൊ ദർശനം ദൈവത്തിന്റെ അരുളപ്പാടാണ്. ആ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരിക്കലും ഇടർച്ച വരത്തില്ല. ദർശനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്ന ആ ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് മറവായിരുന്നതിനെ കർത്താവ് ആ മറ നീക്കി ആ ദർശനം നമ്മുടെ മുമ്പിൽ ദൈവം എത്തിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ കരങ്ങളിൽ കർത്താവ് എത്തിച്ചതാണ്. ഈ ദിവസം നാം ചിന്തിക്കേണ്ടത്, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദർശനം നമ്മളെ മുമ്പിലോട്ട് പോകുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്, പലവിധമാകുന്ന വേദനകളിലൂടെ കടന്നു പോകാറുണ്ട്. കർത്താവ് നമ്മളെ കാണിച്ച ദർശനത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം നമ്മുടെ മുമ്പിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വായിച്ച ആദ്യം വായിച്ച വാക്യം ഇങ്ങനെയാ പറയുന്നത്, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും, നിശ്ചയം, സമയം താമസിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിന്റെ പലകിൽ ആ ദർശനം എഴുതി വച്ചിട്ട്, അല്ലെങ്കിൽ ഡേറ്റോ മാസമോ ദിവസമോ അല്ലെങ്കിൽ ആണ്ടോ കുറിച്ചു വച്ചിട്ട് ആ ദർശനത്തിന്റെ മേൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ കരത്തിലെത്തിക്കാൻ കർത്താവ് വലിയവനാണ്. ഇന്ന് ഈ സമയം എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധാത്മാവിനാൽ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല, ആരെയും കൊണ്ട് അടക്കി വെക്കാൻ കഴിയത്തില്ല. മാനുഷികമാകുന്ന ബുദ്ധിക്കോ ഈ ലോകത്തിന്റെ ചിന്തകൾക്കോ ഈ ലോകത്തിന്റെ തത്വജ്ഞാനങ്ങൾക്കോ
ദർശനം പ്രാപിച്ചതിനെ അടക്കി വെക്കാൻ കഴിയത്തില്ല. കാരണം ദർശനം തന്ന ദൈവമാണ്. അതിനൊരു സമയമുണ്ട്. അത് കൃത്യമായി ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ദൈവം കൃത്യമായി എത്തിക്കാൻ ദൈവം മതിയായവനാണ്. കാരണം ദർശനം തന്ന ദൈവമാണെങ്കിൽ ആ ദർശനത്തിന് സമയം കുറിച്ചതും ദൈവമാണ്. മനുഷ്യന്റെ ചിന്തകളല്ല, മനുഷ്യന്റെ വിചാരങ്ങളല്ല, മനുഷ്യന്റെ ബുദ്ധി മണ്ഡലങ്ങളല്ല. ആത്മാവിന്റെ തികവുള്ള സമയത്ത് ആത്മാവ് കൃത്യമായി നമ്മളെ നടത്താൻ മതിയായവനാണ്. കാരണം ദൈവത്തിന്റെ അണ്ടറിലിരുന്ന ദർശനം നമ്മുടെ കരുത്തിൽ പരിശുദ്ധാത്മാവ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മുടെ കരങ്ങളിലെത്തും. സമയം താമസിക്കില്ല, നിശ്ചയം. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.